Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com സെക്കൻഡ് സെമസ്റ്റർ എക്സാംസിലെ നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് ഇൻ്റർനാഷണൽ ബിസിനസ്. സോ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം M.Com-ന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും പേപ്പേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സൊക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു പേപ്പറിൽ എപ്പോഴും കുട്ടികൾ ചോദിക്കുന്ന ആദ്യത്തെ 2-3 ചോദ്യങ്ങളുടെ മറുപടി ആദ്യം തന്നെ തരാണ്. വലിയൊരു പേപ്പർ ആയതുകൊണ്ട് തന്നെ എസ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ഏറ്റവും കൂടുതൽ മാർക്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട മൊഡ്യൂൾസ് ഏതൊക്കെയാണ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ഇത് നമുക്ക് ആദ്യം ഒന്ന് കാണാം. അപ്പോൾ ഇതിൽ 5 മൊഡ്യൂളായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്പർ 1 ഇൻ്റർനാഷണൽ ബിസിനസ് ബേസിക്സ് ആണ് വരുന്നത്. ദെൻ നമ്പർ 2 ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റ്, then strategy development the international business in the international business, then number 4 international economic institutions and integrations, number 5 functional strategies in international business. ഇതാണ് 5 മൊഡ്യൂൾസ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ള 3 മൊഡ്യൂൾസ് എന്ന് പറയുന്നത് നമ്പർ 1 ആദ്യത്തെ ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ബേസിക്സ്, ദെൻ നമ്പർ 2 ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റിൽ നിന്നും വരുന്നുണ്ട്, പിന്നെ നമ്പർ 4 ഇൻ്റർനാഷണൽ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഇൻ്റഗ്രേഷൻ. ഈ 3 മൊഡ്യൂൾസിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ നമുക്ക് എസ് ഒരു 2 കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന 3 മൊഡ്യൂളിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ 3 കിട്ടും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ മൊഡ്യൂളും 4ാമത്തെ മൊഡ്യൂളിൽ നിന്നും നമുക്ക് ഓരോ എസ് എന്തായാലും ലഭിക്കും. അപ്പോൾ ഫസ്റ്റും 4ഉം മൊഡ്യൂൾസ് കോൺസെൻട്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എസ് മിക്കതും എന്താണ് അതിൽ നിന്ന് തന്നെ ലഭിക്കുന്നുള്ളതാണ്. എസ് ചാപ്റ്റേഴ്സ് കമ്പൽസറി ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന 2 മൊഡ്യൂൾസാണത്. അതുപോലെ തന്നെ 2ാമത്തെ മൊഡ്യൂളിനും ഈക്വൽ ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. then അതിന് ശേഷം മൊഡ്യൂൾ നമ്പർ 3ലോട്ടും 5ലോട്ടും നിങ്ങൾ പോയാൽ മതി. 2 and 3 വെയിറ്റേജ് ചോദ്യങ്ങളാണ് കൂടുതൽ വരുന്നത്. 4 എസ് ഉള്ളത് കൊണ്ട് തന്നെ 5ാമത്തെ മൊഡ്യൂളിൽ നിന്ന് വേണമെങ്കിൽ ഒരു എസ് ഇടാം എന്ന് മാത്രം. ഓക്കെ, ബാക്കിയുള്ള മൊഡ്യൂൾസിൽ നിന്ന് കമ്പൽസറി ആയിട്ട് ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ 3 മൊഡ്യൂളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പെർസെൻറ്റേജ് കണ്ടുവരാറ്. സോ ഇതാണ് ആദ്യം പറയാനുള്ളത്. ഇനി നമുക്ക് ചാപ്റ്റർ വൈസ് മൊഡ്യൂൾ വൈസ് ഡീറ്റെയിൽസിലോട്ട് പോകാം. നമ്പർ 1 ഇൻ്റർനാഷണൽ ബിസിനസ് ബേസിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മൊഡ്യൂളാണ്. അപ്പോൾ ആദ്യം തന്നെ ഇൻ്റർനാഷണൽ ബിസിനസ് എന്താണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് 2 വെയിറ്റേജിന് തന്നെ ചോദിക്കാം, ഇതുവരെയായിട്ട് തന്നെ ചോദിച്ചിട്ടില്ല. എന്നാലും എന്താണ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്നുള്ളത് പഠിക്കുക. ദെൻ അതിനുശേഷം ഇൻ്റർനാഷണൽ ട്രേഡ് ഉണ്ട്, അതിൻ്റെ റീസൺസ് ഫോർ ഇൻ്റർനാഷണൽ ട്രേഡ് കാണാൻ സാധിക്കും. ഇൻ്റർനാഷണൽ ട്രേഡ് എന്താണെന്നുള്ളത് 2 വെയിറ്റേജിൻ്റെ ചോദിക്കാറുണ്ട്, നിർബന്ധമായും പഠിച്ചിരിക്കണം. അതിനുശേഷം തിയറീസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്, ഒരു 9 തിയറീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ തിയറീസിൽ ഏതെങ്കിലും 2 ചിലപ്പോൾ 1 2 വെയിറ്റേജിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടോ, ചില സമയത്ത് 2 തിയറീസിൻ്റെ ഒരു കമ്പാരിസൺ ആയിട്ടോ ഒക്കെ ചോദ്യങ്ങൾ 2 അതുപോലെ തന്നെ 3 ഒരു പ്രാവശ്യം എസ്സേക്കും വന്നിട്ടുണ്ട്. 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 തിയറീസിൻ്റെ കമ്പാരിസൺ ആണ് നമുക്ക് എസ്സേ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇപ്പോൾ മെർക്കൻറ്റൈൽ തിയറി, അതുപോലെ തന്നെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി, ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി, ആദ്യത്തെ കാണുന്ന ഈ 2 കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി, ഇങ്ങനെ 2-3 തിയറീസാണ് റിപ്പീറ്റായിട്ട് കണ്ടുവരാറ്. ഇതിലേതെങ്കിലും 1 ചോദിക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ തിയറീസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡിൽ ഈ പറയുന്ന 3-4 എന്തായാലും നോക്കിപ്പോവുക. അതിലേതെങ്കിലും 1 ചിലപ്പോൾ 2 വെയിറ്റേജിൻ്റെ ആവാം, അതല്ലെങ്കിൽ 3 വെയിറ്റേജിൻ്റെ. ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഈ പറയുന്ന 2 and 3 വെയിറ്റേജ് ചോദ്യങ്ങളിലാണ്. ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ അങ്ങനെയാണ് കണ്ടുവന്നിട്ടുള്ളത്. കമ്പാരിറ്റീവ് കോസ്റ്റ് തിയറി ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 3 വെയിറ്റേജിനിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി വന്നിട്ടുണ്ട്, കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 or 2 വെയിറ്റേജിൽ നമുക്ക് തിയറീസ് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ എസ്സേക്ക് വരാണെങ്കിൽ ഒരു 3-4 എഴുതാനുള്ളതും നമ്മുടെ കയ്യിലാവുമല്ലോ. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ടോപ്പിക്ക്. അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലോട്ടാണ് പോകുന്നത്. 2 വെയിറ്റേജിൽ വന്നിട്ടുള്ളതാണ് പ്രൊട്ടക്ഷനിസം എന്താണ് വന്നിട്ടുണ്ട്, നിർബന്ധമായും പഠിക്കണം. അതുപോലെ തന്നെ ഫ്രീ ട്രേഡ് എന്താണ്, ഇതൊക്കെ 2 വെയിറ്റേജ് ചോദ്യങ്ങളാണ്.
ഇനി ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നെക്സ്റ്റ്, ബാരിയേഴ്സ് ടു ട്രേഡ്. നമുക്ക് 3 വെയിറ്റേജ് ആയിട്ടും അതുപോലെ തന്നെ എസ്സേക്കും ഇതിനേക്കാൾ മുമ്പുള്ള പേപ്പറിൽ വന്ന്, കഴിഞ്ഞ പേപ്പറിൽ എസ് ആയിരുന്നു ബാരിയേഴ്സ് ടു ട്രേഡ്, ബാരിയേഴ്സ് ടു ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഉണ്ടാവാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ എന്നാലും നോക്കി വയ്ക്കുക. കഴിഞ്ഞ പ്രാവശ്യം എസ്സേക്ക് എന്താ പറയുക വന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് വേണമെങ്കിൽ 2ലോ 3ലോ വേണമെങ്കിൽ ചോദിക്കാം വെയിറ്റേജ് ആയിട്ട്. അപ്പോൾ ബാരിയേഴ്സ് ടു ട്രേഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, നിർബന്ധമായി പഠിച്ചു വയ്ക്കുക. കഴിഞ്ഞ പ്രാവശ്യം എസ്സേക്ക് ചോദിച്ചതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം അത് പ്രതീക്ഷിക്കുന്നില്ല എസ്സേയിൽ. ദെൻ അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ എഡ് വലാരം ടാരിഫ്, സ്പെസിഫിക് ടാരിഫ് എന്നൊക്കെ പറഞ്ഞിട്ട് താഴെ കാണാൻ സാധിക്കും. അതിൽ എഡ് വലാരം ടാരിഫ് 2 വെയിറ്റേജിൽ കാണാറുള്ളൊരു ചോദ്യമാണ്. അത് നിർബന്ധമായും പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ, ദെൻ താഴെ നമുക്ക് നോൺ ടാരിഫ് ബാരിയേഴ്സിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ കാണാം. അത് 3 വെയിറ്റേജിൽ പലപ്പോഴും വരാറുണ്ട്. ദെൻ എന്താണ് നോൺ ടാരിഫ് ബാരിയേഴ്സ് എന്നുള്ളത് 2 വെയിറ്റേജിലും കാണാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ടാരിഫ് ബാരിയേഴ്സിനെ പറ്റിയിട്ട് എസ്സേ അല്ലെങ്കിൽ ബാരിയേഴ്സ് ടു ട്രേഡിനെ പറ്റിയിട്ടാണ് എസ്സേ വന്നത്. സോ ഇപ്രാവശ്യം നമുക്ക് നോൺ ടാരിഫ് ബാരിയേഴ്സിനെ പറ്റിയിട്ട് വേണമെങ്കിൽ 3 വെയിറ്റേജിൻ്റെ എക്സ്പെക്ട് ചെയ്യാം ഒരു ചോദ്യം. ഞാൻ അതാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് ഇപ്രാവശ്യം ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് BOP ആണ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ഞാൻ അതിൽ നിന്നൊരു എസ്സേയോ 3 വെയിറ്റേജ് ചോദ്യമോ പ്രതീക്ഷിക്കുന്നുണ്ട്. നിർബന്ധമായും പഠിച്ചിരിക്കണം. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്താണ്, ദെൻ ഡിസിക്ലിബ്രിയം കോസസ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് SCQ വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ബാലൻസ് ഓഫ് ട്രേഡ് എന്താണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ആൻഡ് ബാലൻസ് ഓഫ് ട്രേഡ്, ആ ഒരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ദെൻ ഡിസിക്ലിബ്രിയം കോസസ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇതിനേക്കാൾ മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു എസ്സേ ടോപ്പിക്കാണ്. അപ്പോൾ BOPനെ പറ്റിയിട്ട് നമ്മുടെ കയ്യിലുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുക. ഏതെങ്കിലും ഒരു പാർട്ടിൽ നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. ടേമുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെയുള്ളത്, ഇതൊക്കെ റിപ്പീറ്റാണ് കേട്ടോ. നെക്സ്റ്റ്, ഇൻ്റർനാഷണലൈസേഷൻ എന്താണ്, 2 വെയിറ്റേജ് ചോദ്യമായിട്ട് ഇതിനേക്കാൾ മുമ്പുള്ള പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒന്നാണ്. ഇൻ്റർനാഷണലൈസേഷനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആദ്യത്തെ മൊഡ്യൂളിൽ പഠിക്കാനുള്ള അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നിന്ന് എന്തായാലും നമ്മൾ 3 പാർട്ടിലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഒരു എസ്സേ ടോപ്പിക് എന്തായാലും പ്രതീക്ഷിക്കാം. അത് കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ബേസിക് ചോദ്യം ചിലപ്പോൾ ഉണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ പേപ്പറുകളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇൻ്റർനാഷണൽ ബിസിനസ് എന്താണ്, ഇപ്പോൾ എല്ലാ പേപ്പറിലും ബേസിക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള ബേസിക് എക്സ്പ്ലനേഷൻ, അതിൻ്റെ സ്കോപ്പ്, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ റീസൺ എന്നൊക്കെ പറഞ്ഞിട്ട് ബേസിക് ക്വസ്റ്റ്യൻ ഇല്ലേ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം കാണുന്നത്, ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ സ്കോപ്പ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അത് നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. കാരണം ബേസിക് ക്വസ്റ്റ്യൻ ഇപ്പോൾ 2-3 പേപ്പറുകളിലായിട്ട് വരുന്നുണ്ട്. അതൊന്ന്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ ബാരിയേഴ്സ് ടു ട്രേഡിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതിൽ നോൺ ടാരിഫ് ബാരിയേഴ്സിന് എന്തായാലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ തിയറീസ് നോക്കണം, 3 വെയിറ്റേജിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞു ലാസ്റ്റ് BOP വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 പാർട്ടിൽ നമുക്ക് പ്രതീക്ഷിക്കാം അതിൻ്റെ ചോദ്യങ്ങൾ. സോ ദാറ്റ്സ് അബൌട്ട് ഫസ്റ്റ് മൊഡ്യൂൾ. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 2, ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻ്റ് ആണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്ററാണ്. സോ ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ കോമ്പോണൻസ് നമുക്കിതിൽ ആദ്യം തന്നെ എസ്സേ ഒരു ടോപ്പിക്കായിട്ട് കാണാം. ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഞാൻ അതുകൊണ്ട് തന്നെ അത് പ്രതീക്ഷിക്കുന്ന ഒരു എസ്സേ ടോപ്പിക്കാണ്. ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ കോമ്പോണൻസ്, ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം കേട്ടോ. അപ്പോൾ നോക്കി വയ്ക്കുക, നമ്മൾ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. അതൊരു എസ്സേക്ക് സ്കോപ്പുള്ളൊരു ടോപ്പിക്കാണ്. ശരിക്കും അതിൻ്റെ താഴെയുള്ള ടോപ്പിക്കാണ് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ള മോഡ്സ് ഓഫ് എൻട്രി. ഇൻ്റർനാഷണൽ ബിസിനസ്സിലെ മോഡ്സ് ഓഫ് എൻട്രി ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു ചോദ്യമാണ് മോഡ്സ് ഓഫ് എൻട്രി ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയണത്. അപ്പോൾ അത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനി വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നിങ്ങൾ പഠിക്കണം. മോഡ്സ് ഓഫ് എൻട്രി 3 വെയിറ്റേജ് ആയിട്ടും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 5 വെയിറ്റേജ് ആയിട്ടും വന്നിട്ടുണ്ട്. അതുമാത്രമല്ല അതിൻ്റെ ഉള്ളിലത്തെ ടോപ്പിക്കുകൾ 2 വെയിറ്റേജ് ചോദ്യങ്ങൾക്കൊക്കെ കാണാറുള്ളതാണ്. ലൈസൻസിങ് എന്താണ്, ഫ്രാഞ്ചൈസിങ് എന്താണ്, അതുപോലെ തന്നെ ടേൺ കീ പ്രോജക്ട്സ് എന്താണെന്നുള്ളത് 2 വെയിറ്റേജിൻ്റെ ചോദ്യത്തിൽ ഇതിനേക്കാൾ മുമ്പുള്ള പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. നിർബന്ധമായും പഠിച്ചു വയ്ക്കുക ടേൺ കീ പ്രോജക്ട്സ് 2 വെയിറ്റേജിൻ്റെ ചോദ്യത്തിൽ കേട്ടോ. ഇനി
നെക്സ്റ്റ് 3 വെയിറ്റേജിലും എസ്ഐക്കും മാറി മാറി വന്നിട്ടുള്ളൊരു ടോപ്പിക്കാണ് FDI, ഫോറിൻ ഡിറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ടൈപ്സ് നിർബന്ധമായും പഠിച്ചിരിക്കണം. അതിൻ്റെ തിയറീസൊക്കെ ഉണ്ട്. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇതിനേക്കാൾ മുമ്പുള്ള ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ FDIനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. FDI എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ തിയറീസ് നമുക്ക് കാണാൻ പറ്റും. FDIനെ പറ്റിയിട്ടുള്ളത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് FDI എസ്ഐക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നു, അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അത്രത്തോളം ഉറപ്പ് പറയാൻ പറ്റില്ല. വേണമെങ്കിൽ എസ്ഐ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചുകൊണ്ട് ഇപ്രാവശ്യം വേണമെങ്കിൽ 2 വെയിറ്റേജ് ആയിട്ടൊരു ചോദ്യമോ അതല്ലെങ്കിൽ 3 വെയിറ്റേജിലേക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്ത് കളയരുത്. FDI റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. FDI ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് FDI അതിൻ്റെ തിയറീസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ബെനഫിറ്റ്സ് 3 വെയിറ്റേജിൽ വരാറുള്ളതാണ്. ബെനഫിറ്റ്സ് ഓഫ് FDI ടു ഹോസ്റ്റ് കൺട്രി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനേക്കാൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ടോപ്പിക്ക്. ഇത് നമുക്ക് പലപ്പോഴും സ്റ്റഡി മെറ്റീരിയലിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വളരെ പുവറാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്കിലാണ് ഇതൊക്കെ പിന്നെയും കാണാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റഡി മെറ്റീരിയൽ വെച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് അങ്ങനൊരു പ്രോബ്ലം ഉണ്ട് ഇവിടെ. ഓക്കെ, എന്താണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലും എല്ലാത്തിലും ഞാൻ പറഞ്ഞൊരു പ്രശ്നമാണ്. സ്റ്റഡി മെറ്റീരിയലിൽ നമുക്ക് കമ്പാരിറ്റീവ്ലി അവരെ കമ്പയർ ചെയ്യുമ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് കണ്ടൻസേ ഉള്ളൂ. ദെൻ FDIയുടെ കൂടെ തന്നെ നമുക്കതിൽ കാണാം FPI എന്താണ്, 2 വെയിറ്റേജിൽ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലുള്ള മെയിൻ കണ്ടൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞു മോഡ് ഓഫ് എൻട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ കോമ്പോണൻസ് ആദ്യം പറഞ്ഞു, ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻസ്. ദെൻ ലാസ്റ്റ് ഇപ്പോൾ കണ്ട FDI. 3 ടോപ്പിക്കാണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എസ്ഐക്കോ 3 വെയിറ്റേജിൻ്റെയിലോ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരെണ്ണം 2 വെയിറ്റേജിൻ്റെയിലോ മാറി മാറി വരും. 3 ഉണ്ടായിരിക്കും ചിലപ്പോൾ. കഴിഞ്ഞ പ്രാവശ്യം FDI SI ഒന്നുകൊണ്ട് വേണമെങ്കിൽ ഒന്ന് മാറ്റിപ്പിടിച്ച് ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റ് വരുമോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ മോഡ് ഓഫ് എൻട്രി ചോദിക്കാറുള്ളതാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക. 2 വെയിറ്റേജിൽ ഞാൻ പറഞ്ഞു ചില ടേൺ കീ പ്രോജക്ട്സ് ഒക്കെ എടുത്ത് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽ. മൂവിങ് ടു ചാപ്റ്റർ നമ്പർ 3, 2 and 3 വെയിറ്റേജ് ചോദ്യങ്ങളിലോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് പറയേണ്ട ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ നമ്പർ 3, സ്ട്രാറ്റജി ഡെവലപ്മെൻറ്റ് ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ്. അതിൽ നമുക്ക് ഗ്ലോബൽ എക്സ്പാൻഷൻ പ്ലാൻ, എക്സ്പോർട്ടിങ് ആൻഡ് ലൈസൻസിങ്, നേരത്തെ നമ്മൾ ഇതിനായിട്ട് മുമ്പത്തെ ചാപ്റ്ററിൽ കണ്ട പല കാര്യങ്ങളും കാണാൻ സാധിക്കും. പിന്നെ അതിൽ ഒരു ടോപ്പിക്ക് 3 വെയിറ്റേജിന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലൊക്കേഷനാണ്. ഇൻ്റർനാഷണൽ ബിസിനസ് ലൊക്കേഷൻ എന്താണ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലൊക്കേഷൻ, അത് 3 വെയിറ്റേജിൻ്റെ ചോദ്യത്തിൽ കണ്ടുവന്നിട്ടുള്ളൊരു ചോദ്യമാണ്, നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ വാല്യൂ ചെയിൻ അനാലിസിസ് നമുക്ക് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ ചോദിച്ചൊരു ചോദ്യമാണ്. അത് നമുക്ക് 2 വെയിറ്റേജിൽ വരാറുണ്ട്. അതുപോലെ തന്നെ പോർട്ടേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതൊക്കെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിലുള്ളതാണ്. ഇത് ഇൻ്റർനാഷണൽ ബിസിനസ്സിലും അതിൻ്റെ ഒരു ഏരിയ വരുന്നുണ്ട്. വാല്യൂ ചെയിൻ അനാലിസിസ് നോക്കുക. എഗെയിൻ ഞാൻ പറഞ്ഞു 2 വെയിറ്റേജ് ചോദ്യമാണ്. കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഉണ്ട്, 2 വെയിറ്റേജ് ചോദ്യം. 2 അല്ലെങ്കിൽ 3 വെയിറ്റേജിലേക്കും പ്രതീക്ഷിക്കാം. കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ 3 വെയിറ്റേജിൽ വന്നിട്ടുണ്ട്. പിന്നെ 2 വെയിറ്റേജ് ചോദ്യം ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് 2 വെയിറ്റേജിൻ്റെ ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്, നിർബന്ധമായും പഠിക്കണം. പിന്നെ സ്ട്രാറ്റജിക് അലയൻസ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞു ഇതിനേക്കാളും മുമ്പുള്ള പേപ്പറിൽ 3ലും ചോദിച്ചിട്ടുണ്ട്, 2 വെയിറ്റേജിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2 and 3 വെയിറ്റേജ് ചോദ്യങ്ങളാണ്. അതിൽ ഞാൻ പറഞ്ഞു ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, അതുപോലെ തന്നെ അതിന് മുമ്പ് വാല്യൂ ചെയിൻ അനാലിസിസ്, പിന്നെ ലൊക്കേഷൻ ഡിസിഷൻ, എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലൊക്കേഷൻ ഡിസിഷൻ, സ്ട്രാറ്റജിക് അലയൻസ്, ഇതൊക്കെ നിർബന്ധമായും പഠിച്ചിരിക്കണം. 2 and 3 വെയിറ്റേജ് ചോദ്യങ്ങളായിട്ട് നമുക്ക് മാറി മാറി പ്രതീക്ഷിക്കാം. So that's about module number 3. Moving to module number 4, നമ്മുടെ essay പാർട്ട് B, പാർട്ട് C, 3 പാർട്ടിലും പ്രതീക്ഷിക്കുന്നൊരു മൊഡ്യൂളാണത്. ഇൻ്റർനാഷണൽ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഇൻ്റഗ്രേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂൾ. സോ ഇതിൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കും ആസിയാൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 വെയിറ്റേജിലും ചോദിക്കാം, അതുപോലെ തന്നെ 3 വെയിറ്റേജിലും ചോദിക്കാം. ആസിയാനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാർക്ക് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്.
ദ നെക്സ്റ്റ് NAFTA, ദി നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് ചോദിക്കാറുണ്ട് 2 വെയിറ്റേജിൻ്റെ. പിന്നെ നെക്സ്റ്റ് ആർഗ്യുമെൻറ്റ്സ് ഫോർ റീജിയണൽ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 3 വെയിറ്റേജിൻ്റെ ചോദ്യത്തിൽ വന്നിട്ടുള്ളതാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ദെൻ ഇതിലിനി ഉള്ള ടോപ്പിക്ക് essay ടോപ്പിക്കുകളാണ്. ആദ്യത്തെ WTO വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. WTOയുടെ ഫങ്ഷൻസ് എക്സാമിന് essayക്ക് റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ WTO കഴിഞ്ഞ പേപ്പറിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. WTO എന്താണ്, അതിൻ്റെ എഗ്രിമെൻറ്റ്സ്, അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നിർബന്ധമായും പഠിച്ചു വയ്ക്കുക, റിപ്പീറ്റ് ആണ്. ദെൻ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ട്രിപ്സ് എന്താണ്, 2 വെയിറ്റേജ് ആൻഡ് 3 വെയിറ്റേജ് ചോദ്യങ്ങളിൽ വരാറുള്ളതാണ് ട്രിപ്സ്. ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി അതിനുശേഷം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ essayക്ക് പ്രതീക്ഷിക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് IMF ആണ്, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് 2 വെയിറ്റേജ് ആയിട്ടും 3 വെയിറ്റേജ് ആയിട്ടും essay ആയിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ ഫങ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി 2 വെയിറ്റേജിൻ്റെ ലാസ്റ്റ് 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളൊരു ചോദ്യമാണ് SDR എന്താണ് എന്നുള്ള ചോദ്യം. SDRനെ പറ്റി, ഇൻ്റർനാഷണൽ ലിക്വിഡിറ്റി ആൻഡ് SDR എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ SDR എന്താണെന്നുള്ളത് ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ WTO IMF മാറി മാറി വരാറുള്ളൊരു ടോപ്പിക്കാണ്. SDR 2 വെയിറ്റേജ് ചോദ്യം നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. പിന്നെ ട്രിപ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. ട്രിപ്സിനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻ 2 വെയിറ്റേജ് ആൻഡ് 3 വെയിറ്റേജ് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ASEAN, SAARC ഇതൊക്കെ NAFTA ഇതൊക്കെ നമുക്ക് 2 വെയിറ്റേജിൽ എക്സ്പെക്ട് ചെയ്യാം. ട്രിപ്സ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം വീണ്ടും ഉണ്ടാവുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ആർഗ്യുമെൻറ്റ്സ് ഫോർ റീജിയണൽ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ ഞാൻ പറഞ്ഞു, അത് നമുക്ക് 3 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് മൊഡ്യൂൾ നമ്പർ 4 കേട്ടോ. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 5, നമുക്ക് ലാസ്റ്റ് കാണാൻ ഉള്ള ചാപ്റ്റർ ഫങ്ഷണൽ സ്ട്രാറ്റജീസ് ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ് ആണ്. സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 2 വെയിറ്റേജ് ആൻഡ് 3 വെയിറ്റേജ് ചോദ്യങ്ങളാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. 4 essay ഉള്ളതുകൊണ്ട് മാറ്റിയിടുമെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. MNCനെ പറ്റിയുള്ളൊരു ചോദ്യമാണ്, വലിയ ചോദ്യമായിട്ട് ഇതിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫങ്ഷണൽ സ്ട്രാറ്റജീസ് ഇൻ ഇൻ്റർനാഷണൽ ബിസിനസ്, അതിൻ്റെ റോള് നമുക്ക് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ ഇന്ന് essay ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിലുള്ള ഒരു 3 ടോപ്പിക്ക് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ essayക്ക് വന്നിട്ടുണ്ട്, അല്ല എക്സാമിന് വന്നിട്ടുണ്ട്. വാല്യൂ ചെയിൻ അനാലിസിസ്, പോർട്ടറുടെ കോൺട്രിബ്യൂഷൻ, സ്ട്രാറ്റജി, ഫങ്ഷണൽ സ്ട്രാറ്റജി. അപ്പോൾ ഫങ്ഷണൽ സ്ട്രാറ്റജി എന്താണ്, അതിൻ്റെ റോളുണ്ട്. 3 വെയിറ്റേജ് ചോദ്യത്തിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് വരുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞു ഇൻ്റർനാഷണലൈസേഷൻ, നേരത്തെ പറഞ്ഞൊരു ടോപ്പിക്ക് തന്നെയാണ്, അത് എന്തായാലും നോക്കിയിരിക്കണം കേട്ടോ. ഇൻ്റർനാഷണലൈസേഷൻ, ഡൊമസ്റ്റിക് കമ്പനിയുടെ സ്റ്റേജസ് ഓഫ് ഇൻ്റർനാഷണലൈസേഷൻ ഉണ്ട്. 3 വെയിറ്റേജിൻ്റെ ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം സ്റ്റേജസ് ഓഫ് ഇൻ്റർനാഷണലൈസേഷൻ, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ നെക്സ്റ്റ് വരുന്നത് മൾട്ടിനാഷണൽ കമ്പനീസ്, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ്, അതിൻ്റെ ഗ്രോത്ത് ഓഫ് MNC നിർബന്ധമായും പഠിച്ചു വയ്ക്കുക കേട്ടോ. റോൾ ഓഫ് MNC ഇൻ ഇന്ത്യ നമുക്ക് essayക്കും അതുപോലെ തന്നെ 3 വെയിറ്റേജ് ആയിട്ടും എന്തായാലും പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ് MNCനെ പറ്റിയിട്ടുള്ള ചോദ്യം. ഒരു പ്രാവശ്യം 3 വെയിറ്റേജിൻ്റെ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി MNCനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്, അതും കവർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് MNCനെ പറ്റിയിട്ടുള്ള ടോപ്പിക്കുകൾ പരമാവധി കവർ ചെയ്യാൻ ശ്രമിക്കുക. ട്രാൻസ്ഫർ ഞാൻ പറഞ്ഞു ലാസ്റ്റ്, ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ MNCയുടെ റോള് ഇന്ത്യയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളത്, അതുപോലെ തന്നെ ഗ്രോത്ത് ഓഫ് MNC ഉണ്ട്, ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കുക, ഒരു essayക്ക് എക്സ്പെക്ട് ചെയ്യാം, അതല്ലെങ്കിൽ 3 വെയിറ്റേജിനും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇൻ്റർനാഷണലൈസേഷൻ എന്താണ്, അതിൻ്റെ സ്റ്റേജസ് നമ്മൾ 3 വെയിറ്റേജിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ. പിന്നെ സ്ട്രാറ്റജി, ഫങ്ഷണൽ സ്ട്രാറ്റജി, റോൾ ഓഫ് ഫങ്ഷണൽ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ നോക്കി വയ്ക്കുക, അതിൻ്റെ റോൾ കേട്ടോ. അപ്പോൾ കൂടുതൽ നമ്മൾ പറഞ്ഞു 2 and 3 വെയിറ്റേജ് ചോദ്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 4 essay ഉള്ളത് കൊണ്ട് വേണമെങ്കിൽ MNC ഒന്ന് പിടിച്ച് ഇടാം എന്ന് മാത്രം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ 5 മൊഡ്യൂളിൻ്റെയും ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ ഒരുപാട് ടേമുകളുണ്ട്. ആ ടേമുകൾ നിങ്ങൾ വലിച്ചു വാരി പഠിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേമുകളുടെ ഏതൊക്കെയാണ്? WTO അതിനെപ്പറ്റിയുള്ള എക്സ്പ്ലനേഷൻ, അതുപോലെ തന്നെ IMF അതിനെപ്പറ്റിയുള്ള എക്സ്പ്ലനേഷൻ, ആസിയാൻ, സാർക്ക്, ഇപ്പം ട്രിപ്സ് പറഞ്ഞു. ഇതൊക്കെ റിപ്പീറ്റുകളാണ് ഞാൻ കുറച്ച് പറയണത്. BOP ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, പിന്നെ FDI ഇതൊക്കെ റിപ്പീറ്റുകളാണ് കേട്ടോ. SDR ഇതൊക്കെ ടേമുകളാണ്. ആ പറയുന്ന ടേമുകൾ അങ്ങനത്തെ ചോദ്യങ്ങൾ, അങ്ങനത്തെ ടേമുകൾ പിടിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പലപ്പോഴും റിപ്പീറ്റായിട്ട് കാണാറുണ്ട്. അതൊക്കെ നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. ഞാൻ ഇതുവരെ പറഞ്ഞു തന്നെ. പിന്നെ ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ മോഡ് ഓഫ് എൻട്രി റിപ്പീറ്റായിട്ട് വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മൾ ഇപ്രാവശ്യം അത് പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വരാത്തൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ റിപ്പീറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ ബിസിനസ്സിലെ 5 മൊഡ്യൂളിലെയും കണ്ടൻസ്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആദ്യത്തെ 2 മൊഡ്യൂൾ നമ്പർ 4 ഇതിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുക. പറഞ്ഞ ടേമുകൾ പറക്കി പഠിക്കുക, അതിൻ്റെ ഫങ്ഷൻസ്, ബെനഫിറ്റ്സ്, കാര്യങ്ങളൊക്കെ കേട്ടോ. ഒരുപാട് വായിക്കാനുണ്ട്. അതിനെ ഏറ്റവും കട്ട് ഷോർട്ട് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.